ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ ഹിമാലയൻ എടുത്തിട്ട് 1 ഇയറായി. അതേപോലെ തന്നെ 10,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ എന്ന് പറയാം. അതായത് 1 വർഷം ഉപയോഗിച്ചിട്ട് അതേപോലെ ഒരു 10,000 കിലോമീറ്ററും ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. അതല്ല, 10,078 അതേപോലെ തേർഡ് സർവീസും കഴിഞ്ഞായിരുന്നു. 10,000-ൻ്റെ 1 വർഷത്തിന് സർവീസും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. അപ്പോൾ വണ്ടിയുടെ ഞാൻ എങ്ങനെ നമുക്കത് ഒരു നോർമലായ ആൾ എങ്ങനെ ഒരു ഹിമാലയ എടുത്തു. ഓഫ് റോഡറൊന്നും അല്ല, ഒരു സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്താണ്. ബൈക്ക് അത്യാവശ്യം ഓട്ടിക്കാൻ അറിയാം. അങ്ങനെ എടുത്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ യൂസ് എന്നാണ് പറയാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ്സ് തന്നെ പറയാം. എല്ലാവരും യൂട്യൂബിൽ ഹിമാലയൻ നെഗറ്റീവ് എന്നുള്ള രീതിക്ക് തന്നെ ഇട്ടിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച്, അതായത് ഇപ്പോൾ തലവേദന പിടിച്ച നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും അത് അങ്ങനെയല്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് അവർ ഫൈൻ ട്യൂൺ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. അതായത് 2023 ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തല്ലോ, എന്നിട്ടാണ് ഇപ്പോൾ 450 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ്, അതായത് ഇങ്ങനെ പറയത്തക്കതായിട്ട് ഇഷ്യൂസ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഇഷ്യൂസ് കുറേ പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ എടുത്തത്. അതായത് ഹീറ്റിംഗ് ഉണ്ടാവും, ഓക്കെ, അത് നമുക്ക് ട്രാഫിക് നല്ല ഹീറ്റാവും എന്നുള്ളത് നമുക്ക് അറിയാം. അതേപോലെ ഇപ്പോൾ ചിലർ പറയും ബാക്ക് ടയർ പെട്ടെന്ന് തേയുന്നു പറഞ്ഞിട്ടുണ്ട്. 6,000-7,000 പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ 10,000 കുറച്ചും കൂടി ഓടും, 2,000-3,000 ഓടും. അപ്പോൾ നമ്മൾ അതും മനസ്സിലാക്കിയിട്ട് എടുത്തിരിക്കുന്നു. പിന്നെ ഹെവിയാണ് കുറച്ച്, അത് നമുക്ക് അതും നമ്മൾ നോക്കിയിട്ടാണല്ലോ എടുത്തത്. ഇപ്പോൾ ട്രാഫിക്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഹീറ്റും പിന്നെ ഈ ഹെവിനെസ്സും ആകുമ്പോൾ തന്നെ. പിന്നെ ഒന്നാമത് ADV ആകുമ്പോൾ ഈ ലോങ് ട്രാവൽ ആയതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് പിടിക്കുന്ന ടൈമിൽ തന്നെ ആ ഒരു ഫ്രണ്ടിലോട്ട് പോകുന്നത്, അതൊക്കെ നമ്മൾ ഈ സ്കൂട്ടേഴ്സിൽ നിന്ന് സാധാ സ്ട്രീറ്റ് ബൈക്കിൽ നിന്നൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും മാനുവർ ചെയ്യാൻ. ഇഷ്യൂസായിട്ട് ഇപ്പോൾ ഷോറൂമിൻ്റെ ഇഷ്യൂസിലായിട്ട് മെയിനായിട്ടൊരു വന്നിട്ടുണ്ടായിരുന്നത്, വണ്ടി എടുത്ത ടൈമിൽ തന്നെ ഇതിൻ്റെ ഒരു എൻജിൻ കേസ് ഒന്ന് ലീക്ക് ഉണ്ടായിരുന്നു സൈഡിലൂടെ. അപ്പോൾ അതൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ അത് സർവീസ് സെൻറ്ററിൽ തന്നെ കാണിച്ചപ്പോൾ തന്നെ അവരത് ടൈറ്റ് ചെയ്ത് തന്നു. വേറെ പ്രശ്നമില്ല. സർവീസ് സെൻറ്റർ പിന്നെ എല്ലാവിടെയും ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ പാലക്കാടാണ് എൻ്റെ വീട്. പാലക്കാട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ എറണാകുളം വരികയാണെങ്കിൽ കൊച്ചി വന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എല്ലാവരുടെയും ഷോറൂം ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനില്ല. ഷോറൂമിൽ അതും കുറേ നെഗറ്റീവ് ഉണ്ട്. അതിൻ്റെ ഷോറൂം ഭയങ്കര ഇതാണ് അങ്ങനെയൊന്നുമില്ല. ഇപ്പത്തിരി കുറച്ചൊക്കെ അവർ ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി നമ്മളതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് അവരോട് ജസ്റ്റ് അങ്ങനെയല്ല ചോദിച്ചാൽ തന്നെ ഓൾറെഡി അവരെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ജൂനിയേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ അവരുടെ നമ്മളിതൊക്കെ എടുക്കില്ലേ, കൺസൾട്ടൻസായിട്ട് അവർ ഫസ്റ്റ് നമ്മളതൊക്കെ എടുക്കുന്നതൊക്കെ പിള്ളേരൊക്കെ അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, അതാണ് ഇങ്ങനെയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷോറൂമിലായിട്ട് ഇഷ്യൂസ് ഇല്ല. പിന്നെ വണ്ടീൻ്റെ ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ ക്വാളിറ്റി ഇഷ്യൂ തുരുമ്പെടുക്കുന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെ ശരിക്കും ഓരോരോ ടിപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി ഒരുപാട് വാഷ് ചെയ്യാതിരിക്കുക. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ തുരുമ്പിൻ്റെ ആ ഒരു WD-40 പിന്നെ നമ്മൾ സിലിക്കോൺ സ്പ്രേ ഒക്കെ എഞ്ചിനിൽ യൂസ് ചെയ്താൽ തന്നെ അത് നല്ല റിസൾട്ട് ഉണ്ട്. വണ്ടി പുതിയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന ഇഷ്യൂ ആണ് ഈ കോൺസെപ്റ്റ് ഇഷ്യൂ. പക്ഷെ അതും ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല. പ്രഷർ വാഷ് യൂസ് ചെയ്തിട്ടും ഇതിൽ വെള്ളം കയറുന്ന ആ ഇഷ്യൂവിൽ കോൺസെപ്റ്റ് ഇപ്പോൾ അങ്ങനെ അത്ര ഇഷ്യൂസ് ഇല്ല. നമ്മൾ പ്രഷർ വാഷ് ചെയ്യുന്ന ടൈമിൽ അവരടുത്ത് പറഞ്ഞാൽ മതി ഇവിടെ പ്രഷർ ചെയ്യരുത്, അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ്റെ അവിടെ ഒരുപാട് പ്രഷർ കൊടുക്കണ്ട എന്നുള്ളതിലേക്ക്. അതുമാത്രം നമ്മൾ ഇത്തിരി കെയർ ചെയ്താൽ മതി. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ടയർ പ്രഷർ നോക്കണം. അതെന്തായാലും ഒരു 3 വീക്സിൽ ടയർ പ്രഷർ കമ്മിയാവും. അപ്പോൾ ഒരു മിനിമം 2 വീക്ക് 3 വീക്കിൽ നമ്മളൊരു ഇങ്ങനെ ടയർ പ്രഷർ നോക്കിയിട്ടിരിക്കണം. പിന്നെ അതേപോലെ ചെറിയ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ടാങ്കിൻ്റെ
അവിടെ ആ ഹോളിനുള്ളിൽ അതൊരു ക്ലീൻ ചെയ്യണം. പിന്നെ മൊത്തത്തിൽ ഒരുപാട് ചളിയായി കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യണം. പക്ഷെ എന്നാലും ഫ്രീക്വൻ്റായിട്ട് വെറുതെ വാഷ് ചെയ്യാതിരിക്കുക തന്നെയാണ് മെയിനായിട്ട് എല്ലാവരും പറയും. പിന്നെ വണ്ടി നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓടാതെ വെച്ചാലും നമ്മൾ ഇഷ്യൂസ് ആണല്ലോ. വണ്ടി നന്നായിട്ട് റവിന് ഇഷ്യൂസൊന്നുമില്ല. നന്നായി റവ് ചെയ്തെടുത്താലും വണ്ടി അങ്ങനെ നമ്മൾ ഓടിക്കുമ്പോഴാണ് ക്ലച്ചിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരുപാട് താങ്ങിയെടുക്കാതെ നല്ല റവ് ചെയ്തിട്ട് ഏത് ഗിയറിലാണെങ്കിൽ പിന്നെ നല്ല ടോർക്കുള്ളതുകൊണ്ട് ഏത് ഗിയറിലാണെങ്കിൽ വണ്ടി വലിച്ചിട്ട് പോകും. അത് പ്രശ്നമില്ല. പക്ഷെ എന്നാലും കറക്റ്റ് അതിൻ്റേതായ ഗിയറിൽ തന്നെ വണ്ടി ഓടിച്ചാൽ തന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ അതേപോലെ ചെയിനും നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതും ലൈഫ് ഉണ്ടാവും. സ്ലാക്ക് കറക്റ്റായി നോക്കി അത് നമ്മൾ നോക്കണം. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ മോഡിഫൈ മീൻസ് എനിക്ക് ഒരു കംഫർട്ട് ചെയ്യാനുള്ളതൊന്ന് റേസർ വെക്കണം. ഹാൻഡിൽ ബാർ റേസേഴ്സ് ഒന്ന് വെക്കണമെന്നുണ്ട്. ആ ഒരു നമുക്ക് ഒരു കംഫർട്ട് കുറച്ചൊന്ന് ഹാൻഡിലൊന്ന് അടുത്തോട്ട് വരണമെന്നുണ്ട്. പക്ഷേ പില്ലിയനും വരുന്ന ടൈമിൽ ഭയങ്കര ഡിസ്റ്റൻസ് പോലെ തോന്നുന്നുണ്ട് ഫ്രണ്ടിൽ. അതിനൊന്ന് മെനുവർ ചെയ്യാൻ ഫ്രണ്ടിലോട്ട് ഒരുപാട് ഇരിക്കാൻ വണ്ടി കുറച്ചൊന്ന് താന്നു പോയി. ആ ഒരു പൊടിക്കൊരു റേസ് നമ്മുടെ അടുത്തോട്ടൊന്ന് വെക്കണം എന്നുള്ളൂ. ഒരുപാട് ഹാൻഡിൽ ബാർ മാറ്റണം എന്നില്ല, റേസർ മാത്രം വെച്ചാന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ പിന്നെ വേറെ ഇലക്ട്രോണിക്കലായിട്ടാണെങ്കിലും വേറെ അങ്ങനെ ഇഷ്യൂസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിനുള്ളിൽ വെള്ളം ഇതിനുള്ളിൽ കയറും, അതായത് ഒരു ഫോഗ് പോലെ വരും. പക്ഷെ അതൊന്നും നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി പോവുകയും ചെയ്യും. പണ്ടത്തെ പോലെ അത്രയ്ക്ക് അങ്ങനെ കയറി കിടക്കുന്നൊന്നുമില്ല. അതും ഇപ്പോൾ മഴയത്ത് പോയാൽ വലിയ അങ്ങനെ എനിക്കങ്ങനെ കാര്യമായിട്ട് ഇഷ്യൂസായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ മൈലേജ് നോക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു 30 കിട്ടുന്നുണ്ട്. 31 നമ്മൾ എങ്ങനെ ഓടിച്ചാലും ഒരു 30 കിട്ടുന്നുണ്ട്. 28 30 എന്തായാലും കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്യൂസായിട്ട് തോന്നി തന്നെ ട്രാഫിക്കിൽ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ നമ്മൾക്ക് ബേസിക്കലി ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്, പിന്നെ ടൂററുമാണ്. നമ്മളങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളിതൊരു വൺ ബൈക്കാണല്ലോ. അതായത് എനിക്കിപ്പോൾ സെപ്പറേറ്റ് വേറെ വണ്ടികൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ലോങ് പോകണമെങ്കിൽ കാറുണ്ടോ, അല്ലാതെ നമുക്കിപ്പോൾ സിറ്റിയിൽ യൂസ് ചെയ്യുക വേറെ വണ്ടി അങ്ങനെയില്ല. സിറ്റി എല്ലാത്തിനും നമ്മൾ ഈ ഒറ്റ ബൈക്കേ ഉള്ളൂ. അതായത് എനിക്ക് ഓഫീസിൽ പോകാൻ, നാട്ടിൽ പോകാൻ, പിന്നെ വൈഫിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ പുറത്ത് പോകാൻ എവിടെ പോകാനും നമ്മളിപ്പോൾ ഈ ബൈക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ സിറ്റി എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണത് കൊച്ചിയിൽ നമ്മളിത് ഓടിക്കുന്ന ടൈമിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളതിനെ എടുത്ത് പോകണം. പിന്നെ ആ ഒരു മെനുവർ ചെയ്യാൻ നമുക്ക് ഭയങ്കര നമ്മളിത്തിരി ഹെവി ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ല. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് എൻ്റെ ഫിസിക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത് 200 kg നമ്മൾ ആ ഒരു എടുത്ത് മെനുവർ ചെയ്ത് അങ്ങോട്ട് പാർക്ക് ചെയ്ത് അവിടെ നിർത്താനും അതൊക്കെ ഇത്തിരി നമുക്ക് ചടപ്പായിരിക്കും. അപ്പോൾ സിറ്റിയും വല്ലപ്പോഴും ലോങ് റൈഡ് പോകുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. അതിന് വേറെ കുറേ വണ്ടികളുണ്ട്, സിറ്റി ബൈക്കുകൾ. അത് ഒരു ഇഷ്ടത്തിന് എടുക്കും. പക്ഷേ ഈ പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞ സംഭവം വരുന്ന ടൈമിൽ പിന്നെ ഈ എന്തൂസിയാസ്റ്റിന് ഈ പ്രശ്നമില്ലല്ലോ. എന്ത് പ്രാക്ടിക്കലല്ല. നമ്മളിപ്പോൾ സ്പോർട്സ് ബൈക്ക് നമ്മൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതും ഓക്കെ. പക്ഷേ ചിലവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് പറഞ്ഞാണ്. അതായത് നമ്മളെപ്പോലെ ചിലവർ നോക്കുന്ന നമ്മൾ വണ്ടി ഈ സിറ്റി യൂസ് ചെയ്യുന്ന അങ്ങനെ നോക്കുന്നവർക്ക് പറ്റില്ല. ഇപ്പം ഞാനെടുത്തോ തന്നെ ഞാൻ ഓക്കെ യൂസ് ചെയ്യാം എന്നുള്ള രീതിക്ക് തന്നെയാണ് സിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. ലോങ് റൈഡ് പോകുമ്പോഴാണെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ട്. നമ്മൾ ടാങ്കിൽ നിന്നാണെങ്കിലും ഹാൻഡിൽ ബാറിൽ നിന്നൊക്കെ നമുക്ക് വൈബ്രേഷൻ കിട്ടും നമ്മൾ ആ ഹൈ റിവേത് എടുക്കുമ്പോൾ. പക്ഷെ ഒരു 80 to 60 80 ആ ഒരു റേഞ്ചിൽ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ നല്ലൊരു ബൂട്ടും ഗ്ലൗസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതൊക്കെയുണ്ടല്ലോ ഇപ്പോൾ ഇതായിട്ടുള്ളത്. മെയിൻ പോസിറ്റീവ് ഇത് തന്നെയാണ്, വണ്ടിയുടെ ആ ഒരു ലുക്ക് മെയിനാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അടുത്ത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് സ്റ്റേബിളാണ്. എത്ര ഓടിയാലും ഒരേ സ്റ്റേബിളായി. മൂന്നാർ പോയ ടൈമിലാണെങ്കിലും ഹില്ല് കയറുമ്പോഴാണെങ്കിലും നമ്മൾക്ക് ആ ഒരു പവർ ഡിപ്പൊന്നും തോന്നാറില്ല. വണ്ടി ഓക്കെ എപ്പോഴും ഒരേ ഇതിലാണ് നമുക്ക് പെർഫോമൻസ് തരുന്നത്. പിന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും ആവറേജ് ആണ്. പക്ഷേ ബിഗിനേഴ്സിന് ഓക്കെയാണിത്. പിന്നെ നമ്മളിപ്പോൾ ഇതൊരു സെക്കൻഡ് ഹാൻഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് എടുക്കണം. അതായത് ബിൽഡ് ക്വാളിറ്റി അല്ല, ആ ഒരു ചില സംഭവങ്ങളുടെ ഇഷ്യൂസ്
ഓൾറെഡി ഉണ്ട്. കെയർ ചെയ്താൽ വിടാതെ വിട്ട് കഴിഞ്ഞപ്പോൾ കോൺസെപ്റ്റ് ഇഷ്യൂസാണ്, അത് മാറ്റിട്ട് വന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അതിനൊക്കെ ചുമ്മാ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ നമ്മൾ നന്നായി കെയർ ചെയ്ത് അതിൻ്റെ നിന്ന് എടുക്കുന്നതാണ് ബെറ്റർ. ഇനിയിപ്പോൾ എന്തായാലും സെക്കൻഡ്സ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയെടുക്കുക, സർവീസ് ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും ഷോറൂമിൽ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കാനില്ല, നീ മാറ്റിയിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. അല്ലാതെ ഇതിപ്പോൾ എവിടെയെങ്കിലും ഇടിച്ച് ചേസ് ബെൻഡ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ഒന്നും നമുക്ക് മനസ്സിലായില്ലല്ലോ. പിന്നെ ശരിക്കും ഓടിച്ച് നോക്കിയിട്ട് എടുക്കുക. അതായത് അല്ലാതെ നമ്മൾ ചാടിക്കയറി പോയി എടുക്കാതെ, നമ്മൾക്കിപ്പോൾ റെൻ്റൽ സർവീസൊക്കെ ഇഷ്ടംപോലെ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടി കുറച്ച് പൈസ സ്പെൻഡ് ചെയ്ത് ഒരു 5,000 അല്ലെങ്കിൽ 4,000 രൂപയ്ക്ക് വെച്ച് റെൻ്റ് എടുത്ത് 2-3 ദിവസത്തേക്ക് വണ്ടി എടുത്തിട്ട് ഫുൾ ഓടിച്ച് നോക്കുക. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് നമുക്കത് നമ്മൾക്ക് പറ്റിയ വണ്ടിയാണ്, ഓക്കെ നമുക്ക് പറ്റിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്. പിന്നെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ആരുടെ അഭിപ്രായമോ അല്ല വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നതോ റിവ്യൂ ഒന്നും നോക്കേണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഓടിക്കുക. പക്ഷേ ചിലവരിങ്ങനെ നമ്മൾ നോക്കുമല്ലോ, നമ്മുടെ എല്ലാത്തിനും ഇത് പറ്റുമോ, ഫിനാൻഷ്യലി നമുക്കിത് കൊണ്ട് നടക്കാനും ഒക്കെ. അതേപോലെ സർവീസിൻ്റെ പൈസയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഓക്കെ ആണ്. അതായത് ഒരുപാട് ലോ അല്ല, ഇത്തിരി കുറച്ചൊന്ന് കൂടുതലാണ്. അതായത് ഇപ്പോൾ ഒരു സർവീസിന് 1,500, 1,300, 1,500 ഒക്കെ ഒരു മിഡിൽ ക്ലാസ്സിന് ഇത്തിരി കൂടുതലായിരിക്കാം. പക്ഷേ ഓക്കെയാണ്, മറ്റൊരു വണ്ടി കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇത്രയും നമുക്ക് പവർഫുൾ. പക്ഷേ മറ്റേ എക്സ്പ്രസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടുതലാണ്. എക്സ്പ്രസ്സൊക്കെ ഇത്രയും ചീപ്പാണ്. പക്ഷേ ഇതൊരു 1,500, 1,200 ഓയിൽ ചേഞ്ചും ഫ്രീ സർവീസും കൂടെ ആയിട്ട്. അപ്പോൾ അത് ഫ്രീ സർവീസ് മാറുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 1,500, 2,000 വരുമായിരിക്കും. പക്ഷേ ഇതൊരു വർഷത്തിലൊരു 6 മാസത്തിലാണ് ഒരിക്കലേ വരുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഒരു വർഷത്തിൽ 4,000 രൂപ അത് ഓക്കെയാണ്. പിന്നെ ഈ ടയറിൻ്റെയാണ്, ടയറും നമുക്കൊരു ഇപ്പോൾ 10,000, 12,000 മാറേണ്ടി വരും. അപ്പോൾ അതും ഒരു എക്സ്പെൻസാണ്. അല്ലാതെ ഇപ്പോൾ വേറെ ഇതിലിപ്പോൾ വലിയ എക്സ്പെൻസായിട്ട് ഒന്നും വരുന്നില്ല. പിന്നെ പെട്രോള് അത് നമ്മൾ ഓടുന്നതനുസരിച്ചായിരിക്കും. അല്ലാതെ വേറെ ഇഷ്യൂസ് ഇല്ല. ഇതെല്ലാം നമ്മൾ കെയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ സീറ്റ്, നമ്മളിപ്പം സീറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ടൂറിങ് സീറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ സീറ്റാകുമ്പോൾ ഭയങ്കര ചടപ്പാണ്. നമുക്കത് ഒരു 100 കിലോമീറ്ററൊക്കെ നമ്മളൊരു ഒറ്റ സ്ട്രെച്ചിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിലേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ നമ്മുടെ ഈ സീറ്റ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഉള്ളിലോട്ട് പോയി നമ്മളങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് അങ്ങനെ പിന്നെ എല്ലാ വൈബ്രേഷൻ നമ്മളറിയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് ഡെയിലി യൂസ് ചെയ്യുന്ന ഈ കുറച്ച് ഷോർട്ടായിട്ട് പോകുന്നവർക്ക് അത് അറിയില്ല. പക്ഷെ നമ്മൾ നല്ല ലോങ് ഒക്കെ പോകുന്നവർക്ക് ഈ സീറ്റ് ഇത്തിരി ഹാർഡാക്കുന്നത് തന്നെയാണ് ബെറ്റർ. നമ്മളതിൻ്റെ തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ സോഫ്റ്റ് സീറ്റ് നല്ല കംഫർട്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ ശരിക്കും ഇത്തിരി ഹാർഡ് സീറ്റാണ് നമുക്ക് ലോങ് ഡിസ്റ്റൻസിന് നല്ലത്, കുറച്ച് ഹാർഡാകുന്നത്. അപ്പോൾ അത് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യേണ്ടത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാം. പിന്നെ കംഫർട്ടാണ്, ഈ പൊസിഷന് നമുക്ക് ഇരുന്നിട്ട് പോകണം, നമ്മൾ നമ്മൾ ഈ ചെയറിലിരുന്ന് പോകുന്ന അതേ ഫീലായിരിക്കും. നമ്മൾ ജസ്റ്റ് അപ്രൈറ്റ് ആയിരിക്കാം വണ്ടി ഓടിച്ചിട്ട് പോകുക. പിന്നെ നിങ്ങളിതിന് നോക്കേണ്ടത് അതിനത് ഓടിച്ച് നോക്കുക, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസും വണ്ടി എങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു റെൻ്റലോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല. സീരിയസ് ആയി പറയാം, ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ വണ്ടി എങ്ങനെ അങ്ങനെ ഗിയർ ചെയ്ത് ഫസ്റ്റ്, സെക്കൻഡ്, ഫിഫ്ത്ത് ഇട്ട് പിന്നെ കുറച്ച് തിരിച്ചാൽ വരാൻ പറയും. ഒരു 2 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ നമുക്ക് തരില്ല, ഒരുപാടൊന്നും തരില്ല. നമ്മൾ പിന്നെ ഇൻഫ്ലുവൻസർ അങ്ങനെയൊക്കെ അത് ഒരു ദിവസം വെച്ച് കൊടുക്കുന്നതൊക്കെ പറഞ്ഞാലും അതൊന്നും നമ്മൾക്കൊന്നും കിട്ടില്ല, സാധാരണക്കാർക്കൊന്നും കിട്ടില്ല. പിന്നെ ഈ നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന അവരൊക്കെ കിട്ടും. പക്ഷേ അതുപോലെയല്ലല്ലോ നമ്മളത് ഓൺ ചെയ്യാൻ പോകണം, അല്ലാതെ നമ്മൾ വെറുതെ റിവ്യൂ എടുക്കാൻ പോകലല്ലോ. ഓൺ ചെയ്യാൻ പോകുന്ന ടൈമിൽ നന്നായി ഓടിച്ചാൽ തന്നെ നമുക്കിത് കുറേ ഒരുവിധം ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സിൻ്റെ ഉണ്ടെങ്കിൽ ഓടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ റെൻ്റലിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടി ഇവിടെ EVM-ലൊക്കെ കുറേ വണ്ടി കാണാറുണ്ട്, 411 ഹിമാലയൻ. അപ്പോൾ നിങ്ങൾ റെൻ്റ് എടുക്കുക, വണ്ടി എങ്ങനെ വേണമെങ്കിൽ ഓടിച്ച് നോക്കുക. അത് ഓഫ് റോഡ് കൊണ്ടുപോകുന്നില്ല. പിന്നെ ഓഫ് റോഡ് ഞാൻ പിന്നെ ഒരു ഓഫ് റോഡ് ടൈപ്പ് അങ്ങനത്തെ പേഴ്സണൊന്നും അല്ല. നമ്മൾ ഇവിടെ നാട്ടിൽ പോവുക, പിന്നെ നമ്മൾ ഇപ്പോൾ ഹൈവേയിലെത്തി ലോങ് ഡിസ്റ്റൻസ് അടിക്കുക, ട്രാഫിക്ക്. പിന്നെ ഇതേപോലെ ഞാൻ ചുമ്മാ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ വരുന്ന ടൈമിൽ ഇതിപ്പോൾ നമ്മുടെ കളമശ്ശേരി അവിടുത്തെ ഒരു സ്പേസാണ്, ഓഫ് റോഡൊന്നും അല്ല, നല്ലൊരു ചെറിയൊരു റോഡില്ല. അപ്പം ഞാൻ ചുമ്മാ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ, അല്ലാതെ ഓഫ് റോഡറൊന്നും അല്ല.
അപ്പം നമുക്ക് തോന്നും ഈ വണ്ടി നമുക്ക് വേണമെന്ന്. പക്ഷേ നമ്മുടെ ഈ ലുക്കും പിന്നെ ഹൈവേ ടൂറിങ് എല്ലാം കൂടി വെച്ചിട്ടാണ് എടുത്തത്. GS ഒക്കെ പിന്നെയും എക്സ്പെൻസാണ്. മോജോ പിന്നെ വണ്ടി സർവീസ് സെൻറ്ററും ഇവിടെ ഷോപ്പേ ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് പിന്നെ ഞാൻ ഇതിലോട്ട് വന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ വണ്ടി ഓക്കെ ഇത് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ചെക്ക് ലിസ്റ്റ് എല്ലാം ഒരുവിധമൊക്കെ മെജോറിറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അത് മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതും കമ്പയർ ചെയ്ത് പോകുന്നുള്ള സർവീസ് സെൻറ്ററും എല്ലാം വെച്ച് നോക്കിയപ്പോൾ ഓക്കെ ഇത് നമ്മൾക്ക് വലിയ ഹസിൽ ഫ്രീ ആയിരിക്കും. നമുക്കിതിൻ്റെ പിന്നാലെ നമ്മൾ സർവീസ് സെൻറ്ററൊക്കെ ഒരു 100 കിലോമീറ്റർ പോയി അവിടെ ഒരു സർവീസ് സെൻറ്റർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും പ്രാക്ടിക്കലല്ല. വൺ ബൈക്ക് ആയതുകൊണ്ടാണ്. വേറെ എനിക്കൊരു സെക്കൻഡറി ബൈക്ക് ഉണ്ട്, നമ്മുടെ നാട് ഇതാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാം, വലിയ സീനൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ കൊച്ചിയിൽ വന്നിരിക്കുന്നു, പിന്നെ വൈഫായിട്ട് പോകണം. അപ്പോൾ പിന്നെ ഇടയിൽ അങ്ങനത്തെ ഇഷ്യൂസും എല്ലാം നോക്കും, എല്ലാം കൂടി ചെക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഓക്കെ ഇത് പെർഫെക്റ്റാണ് ബൈക്ക്. വേറെ ഹോണ്ട ഹൈനസ് ഞാൻ നോക്കിയതാണ്, പക്ഷേ അതിൻ്റെ ലുക്ക് വെച്ച് ഹോണ്ട ഹൈനസ് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോഴത്തെ ലാസ്റ്റ് മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഇറങ്ങിയ ഒരു ക്ലാസിക് മോഡൽ അതൊക്കെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് നമ്മുടെ ടേസ്റ്റിനെ ആക്കാട്. പക്ഷെ ആദ്യം ഇറങ്ങിയത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാനുണ്ടായിരുന്നു. പിന്നെ അത് പക്ഷേ ഓടിച്ച് നോക്കിയിട്ടില്ല. പക്ഷെ അത് നല്ല വണ്ടിയാണ്. അതും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എൻ്റെ എല്ലാം കുറച്ചും കൂടി ഇതാകും. പിന്നെ ലുക്ക് നോക്കുമ്പോൾ എനിക്ക് ഇത് കുറച്ചും കൂടി അതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടം ചിലർക്ക് അത് ഇഷ്ടമാവും, പക്ഷേ എനിക്ക് ഇതിഷ്ടമായി. പിന്നെ വണ്ടി അതിന് അതിൻ്റെതായ പോസിറ്റീവ്സ് ഉണ്ട് കുറേ. സോഫ്റ്റ് വണ്ടി, എൻജിൻ ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഇങ്ങനത്തെ ഇതിൻ്റെ എൻജിൻ നല്ല സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടത് നല്ലൊരു ഹെൽമെറ്റ് ഇട്ടാൽ അത് സൗണ്ട് കേൾക്കാതെ ആവുമെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് എല്ലാത്തിലും ഉണ്ട്. പിന്നെ നമ്മളതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ സൗണ്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സൗണ്ട് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും ഇതിൻ്റെ സൗണ്ട് നമുക്ക് എന്തൊരു വേറെ എന്തൊക്കെ ടാപ്പറ്റ് നോയ്സൊക്കെ വരുന്നത് വേറെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കണം. അതായത് എഞ്ചിന്ന് വേറെ അതല്ലാതെ ഇതിൻ്റെ നോർമൽ സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് എന്തായാലും അത് പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് തോന്നും അത് കണ്ടിന്യൂ ചെയ്യാതെ നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെയാണ് ആ സൗണ്ട് തന്നെയാണ് ഇതിൻ്റെ എന്നുള്ള രീതിക്ക് നല്ലൊരു ഗ്രണ്ടുള്ള സൗണ്ടാണ്. പിന്നെ എക്സോസ്റ്റ് അടിപൊളിയാണ് അതിൻ്റെ. പിന്നെ എക്സോസ്റ്റ് അങ്ങനെയൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പം എല്ലാവരും മറ്റേ പവർ റേഞ്ചിൻ്റെയൊക്കെ മാറ്റുന്നത് കണ്ടാൽ നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ മാറ്റിയിട്ടില്ല. ഇനി ഭാവിയിൽ മാറ്റുകയാണെങ്കിൽ മാറ്റാം. തൽക്കാലം ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ഒരു ബഡ്ജറ്റും നമ്മുടെ എല്ലാം വെച്ചിട്ട് ഓക്കെയാണ്. അത്ര കംഫർട്ടബിളല്ലെങ്കിലും ഇത് ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. വേറെ തലവേദനകളൊന്നുമില്ല, വണ്ടി ഓടാതിരിക്കുന്നതൊന്നുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഇത്. നമ്മൾ എടുക്കുന്നവർക്ക് ഇത് ഇപ്പം ഞാൻ പറയുന്നത് തന്നെയാണ്, നോക്കി ഓടിച്ച് നോക്കി എടുക്കുക. പിന്നെ അങ്ങനെ വലിയ പറയുന്ന പോലെ ഇഷ്യൂസൊന്നുമില്ല. ഇപ്പോഴത്തെ ലാസ്റ്റ് മോഡലൊക്കെ എടുത്താൽ ഒരു പ്രശ്നമില്ല. 2023 മോഡൽ നിങ്ങൾ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ 22 മോഡൽ എടുത്താലും വേറെ ഇഷ്യൂസ് കാര്യമായിട്ട് ഇഷ്യൂസൊന്നുമില്ല. നമ്മൾ ഓടിക്കുന്ന പോലെയാണ്. പിന്നെ നിങ്ങൾ ഹിമാലയ ഓഫ് റോഡൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അത് പേടിക്കാനില്ല. വണ്ടി എടുത്താൽ പവറാണ് ശരിക്കും. സിംഗിൾ അടിക്കാനൊക്കെ സുഖമാണ്. ഡബിൾസ് പോകാൻ ഇത്തിരി ആ ഒരു പില്യം വെച്ച് പോകുമ്പോൾ ടൈമിൽ ഒരു ഇഷ്യൂസ് കുറച്ചല്ല, വണ്ടി ഒന്ന് പതിയും. പിന്നെ നമുക്ക് ആ മെനുവർ ചെയ്തെടുക്കാനൊക്കെ ഇത്തിരി നമുക്ക് ആ ഫ്ലിക്ക് ചെയ്തെടുക്കാനും അടിച്ച് നിന്ന് ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പൊളിയാണ്, ശരി പൊളിച്ച് പോവാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ. നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാത്തോന്ന് ഇതെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഇനി സർവീസ് സെൻ്ററിൽ ഇറക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനത്തെ ഇഷ്യൂസേ ഇല്ല. വണ്ടിയൊന്നും അങ്ങനെ അത് നമ്മളത്ര ഇന്ന് കെയർ ചെയ്താൽ മതി. എല്ലാ വണ്ടിക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുപോലെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അന്നല്ലാണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വണ്ടി ഇല്ലല്ലോ. എനിക്കിതൊന്ന് മനസ്സിലായത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എടുക്കുക, എന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് ആ വീക്കെൻഡ് ഒന്ന് പുറത്ത് പോകണം, ലോങ് അടിക്കണം, അങ്ങനെയുള്ള ആവശ്യം നോക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ കുറേ വണ്ടി പോസിറ്റീവായി തോന്നിക്കൊണ്ടിരിക്കും. അല്ലാതെ വണ്ടി സിറ്റി മാത്രം എടുക്കുന്നവർ ഈ വണ്ടി എടുത്തിട്ട് ഇത് ഹീറ്റിക്കാണ്, ഇത് ഓട്ടിക്കാൻ വലിയ സുഖമില്ല പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പെർപ്പസ് ഓഫ് റോഡ് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാനില്ല, ഇതെടുത്താൽ മതി. ഓഫ് റോഡും ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിലെ ഇപ്പോൾ ഈ വണ്ടി തന്നെ നിങ്ങൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നുള്ള ചെക്ക് ലിസ്റ്റ് എടുക്കുക, അതിനുള്ള വണ്ടി എടുക്കുക, പൊളിക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ വേറെ റിവ്യൂ അതൊക്കെ അവരവരുടെ റിവ്യൂസാണ്. നിങ്ങളെന്തായാലും അവരുടെ റിവ്യൂ നോക്കിയിട്ട് എന്തായാലും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനും കുറേ റിവ്യൂ കണ്ട് നമുക്കൊരു ടൈപ്പ് വരും. പിന്നെ നമ്മളത് വണ്ടി എടുത്ത് ഞാൻ ഓടിച്ചെങ്കിൽ മനസ്സിലായതാണ് ഈ കാര്യം. അല്ലാതെ നിങ്ങൾ ആരും റിവ്യൂ നോക്കണം. ഇപ്പോൾ ഇത് ഞാൻ പറയാം, ഈ റിവ്യൂ എന്നുള്ള രീതിക്ക് പറയണത് തന്നെ ഇതൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് റിവ്യൂ കാണാം.
ഇതിൽ ഇങ്ങനെയുണ്ട്, ഇഷ്യൂസ് ഉണ്ട്, ആ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ അപ്പം നിങ്ങളുടെ പോസിറ്റീവ് എന്താണെന്ന് ഇത് നോക്കുക. ഓക്കെ, ഞാൻ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ വണ്ടി ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അല്ലാതെ അവർ പറയുന്നത് ഇതിൽ അങ്ങനെ ഇഷ്യൂസാണ്, ആ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. ഇതിലിപ്പോൾ 2023 മോഡലൊന്നും വേറെ വലിയതായിട്ട് എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് കൂടി കിട്ടുന്നില്ല ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്ന്. അങ്ങനെ ഇഷ്യൂസേ ഇല്ല, വലിയ പ്രശ്നമൊന്നും. വെറുതെ ചുമ്മാ എല്ലാവരും തമ്പനയിലിട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടി വരുന്നതൊക്കെ ചെയ്യാം. അങ്ങനെയല്ല, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഇഷ്യൂ, തുരുമ്പിൻ്റെ ഇഷ്യൂസ് ഉള്ളത് ഞാൻ പറഞ്ഞു. WD-40 യൂസ് ചെയ്യണം നമ്മൾ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുക, ക്ലീനാക്കി വെക്കുക. പിന്നെ ഒരുപാട് വാഷ് ചെയ്യാതിരിക്കുക. പിന്നെ വണ്ടി നന്നായിട്ട് വണ്ടി നന്നായി കഴുകിയാൽ വണ്ടി നന്നായി റൺ ചെയ്ത് ചൂടാക്കിയാൽ എല്ലാം ആവിയിപ്പിക്കും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻജിൻ ഓയിൽ ലെവലൊക്കെ അതൊക്കെ ഇവർ സർവീസ് സെൻ്ററൊന്നും വലിയ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തരും. നമ്മൾ കുറച്ചൊന്നും ബേസിക്കായിട്ട് പഠിച്ച് വയ്ക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഓയിൽ ലെവൽ എങ്ങനെ നോക്കുക, ക്ലച്ചിൻ്റെ പ്ലേ നോക്കുക, പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് തന്നെ ഒന്ന് അറിയേണ്ടുള്ളൂ. ടൂൾസ് ഇതിലുണ്ട്, നമ്മൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ മതി. വേറെ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ബൈക്കല്ലേ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറ്റാം, അത് ശരിയാക്കാം, എല്ലാം ചെയ്യാമല്ലോ. ഓക്കെ എന്നാൽ ബൈ.